കുസും യോജന പ്രകാരം സോളാർ പമ്പിനും സോളാർ പാനലിനും സർക്കാർ വിവിധ സബ്സിഡി നൽകി വരുന്നുണ്ട്. കേന്ദ്രം പങ്കിടുന്ന സബ്സിഡി തുക 50%. അവിടെ സംസ്ഥാന സർക്കാർ 30% സബ്സിഡി നൽകുന്നു. മാക്സിമം ലോൺ ഒരു കോമ്പണന്റിന് എത്രയാണ് കിട്ടുന്നത്, അതിന്റെ മാർജിൻ അല്ലെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ബോറോവർ കോൺട്രിബ്യൂഷൻ എത്ര ശതമാനമാണ് എന്നുള്ള ഡീറ്റെയിൽസും സബ്സിഡിയുടെ ഡീറ്റെയിൽസുമാണ് നമ്മൾ നൽകുന്നത്. സർക്കാരിന്റെ മറ്റു പദ്ധതികളായിട്ടുള്ള PM കുസും യോജനയും പൊതു താല്പര്യവും സ്വാശ്രയ ഇന്ത്യയുടെ ഭാവി ആവശ്യങ്ങളും കണക്കിലെടുത്ത് തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണക്കിലെടുത്ത് തന്നെയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. കാർഷിക മേഖലയിൽ സൗരോർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് കുസും പദ്ധതി. കർഷകർക്കും യോഗ്യരായ മറ്റു സ്ഥാപനങ്ങൾക്കും സൗരോർജ്ജത്തിലൂടെ കൂടുതൽ സാധ്യതകളാണ് ഈ ഒരു പദ്ധതിയിലൂടെ തുറന്നു കിട്ടുന്നത്. നിങ്ങളും ഈ സ്കീമിന് യോഗ്യരാണോ എന്ന് അറിയണ്ടേ? അതറിയുന്നതിനായി ഫ്രീഡം ആപ്പ് രൂപകൽപ്പന ചെയ്ത ഈ കോഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നോർമലി നമ്മുടെ ഏതൊരു സർക്കാർ പദ്ധതിയുടെയും വിജയവും അല്ലെങ്കിൽ അതിന്റെ ജനപ്രീതിയും ഒക്കെ നിർണ്ണയിക്കുന്നത് ആ പദ്ധതിയിൽ ലഭിക്കുന്ന സബ്സിഡിയാണ്. നോർമലി സബ്സിഡി തന്നെയാണ്. PM കുസും യോജനയ്ക്ക് സർക്കാർ വലിയൊരു സബ്സിഡിയും നൽകി വരുന്നുണ്ട്. പ്രധാനമന്ത്രി കുസും പ്ലാൻ ഉപയോഗിച്ച് സോളാർ പമ്പ് ഉപയോഗിച്ച് കൃഷി നനയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കർഷകർക്കും ഈ സ്കീം സബ്സിഡി ലഭ്യമാണ് എന്നത് തന്നെയാണ്. ഈ സ്കീമിൽ കുസും യോജന പ്രകാരം സോളാർ പമ്പിനും സോളാർ പാനലിനും സർക്കാർ വിവിധ സബ്സിഡി നൽകി വരുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് സബ്സിഡി തുക നിശ്ചയിക്കുന്നത്. മാത്രമല്ല ഈ പദ്ധതി പ്രകാരം അതിൻ്റെ ചിലവിൻ്റെ 60% സോളാർ പമ്പുകൾക്ക് വാങ്ങുന്ന കർഷകർക്ക് സർക്കാർ നൽകി വരുന്നു. ഈ റിപ്പോർട്ടിൽ ഏത് പമ്പിന് എത്ര വായ്പയും സബ്സിഡിയും ലഭ്യമാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ജലക്ഷാമത്തിന്റെ പ്രശ്നം നേരിടുന്നുണ്ട്. അതിന്റെ നേരിട്ടുള്ള ഫലം കൃഷിയിലും ജലസേചനത്തിലും വരുന്നു. ഇത് വിളകളുടെ ഉൽപാദനത്തെ ബാധിക്കുന്നു. ഓരോ കർഷകനും ജലസേചനത്തിനായി ചെലവേറിയ മാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഡീസലിന്റെ വില വർദ്ധിക്കുന്നതിനാൽ എല്ലാ കർഷകർക്കും ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് എളുപ്പവുമല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ജലസേചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. PM കുസും യോജന കർഷകർക്ക് സബ്സിഡി വഴി സോളാർ പമ്പുകൾ സ്ഥാപിക്കുവാനുള്ള സൗകര്യം നൽകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം കർഷകർക്ക് വൈദ്യുതിയും ഡീസലും ചെലവാക്കേണ്ടതില്ല എന്നതും വൈദ്യുതിയെ ആശ്രയിക്കേണ്ടത് കുറയ്ക്കുകയും ചെയ്യാമെന്നതാണ്. ഇത് കൃഷി ചെലവ് വലിയ തോതിൽ കുറയ്ക്കുന്നു. PM കുസും പദ്ധതിയുടെ കോമ്പോണന്റ് സീക്കിന് കീഴിൽ കാർഷിക വിളകളുടെ സോളറൈസേഷൻ ഒരു പുതിയ ഓപ്ഷനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക ആവശ്യങ്ങൾക്കായി ഫീഡറുകൾ ഇതിനകം നീക്കിവെച്ചിട്ടുണ്ട്. അവിടെ ഫീഡറുകൾ സരോർജ്ജമാകാം. പദ്ധതി പ്രകാരം മതിയായ അളവിൽ സരോർജ്ജ നിലയങ്ങൾ സ്ഥാപിച്ച് സരോർജ്ജവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, മലയോര സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ കേന്ദ്രം പങ്കിടുന്ന സബ്സിഡി തുക 50%. അവിടെ സംസ്ഥാന സർക്കാർ 30% സബ്സിഡി നൽകുന്നു. ബാക്കി 20% നിങ്ങൾക്ക് വായ്പ എടുക്കാം അല്ലെങ്കിൽ സ്വയം അടയ്ക്കാം. PM കുസും യോജനയിൽ വായ്പയും സബ്സിഡിയും എന്നിവ അടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ കോഴ്സ് ഒരു ചെറിയ ഭാഗമാണെങ്കിലും പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ പദ്ധതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. PM കുസും യോജനയിലെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. PM കുസും യോജനയുടെ 3 ഘടകങ്ങളും വായ്പകൾക്കായി മുൻഗണനാ വിഭാഗത്തിന് കീഴിൽ RBI ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ മത്സര നിരക്കിലും എളുപ്പമുള്ള നിബന്ധനകളിലും ബാങ്കുകൾ വായ്പ നൽകും. ഇതിനു പുറമെ കോമ്പോണന്റ് B, C എന്നിവയ്ക്ക് കീഴിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, സഹകരണം, കർഷകക്ഷേമ വകുപ്പ് തുടങ്ങിയ പദ്ധതികളുമായി ലയിപ്പിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. ഇതിനു കീഴിൽ കർഷകർ ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റി ആസ്തികൾക്ക് കർഷകരുടെ ഗ്രൂപ്പുകൾക്ക് 3% പലിശ ഇളവോടെ വായ്പകൾ ലഭ്യമാണ്. കോമ്പോണന്റ് A 1 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റിന്റെ ചെലവ് ഏകദേശം 3.50 കോടി രൂപയാണ്. ഇത് പ്രതിമാസം 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാർഷിക വരുമാനം ഏകദേശം 48 ലക്ഷം രൂപയായിരിക്കും. അതിന്റെ ബ്രേക്ക് ഈവൻ 7 മുതൽ 8 വർഷം വരെയാണ്. അതിനുശേഷം മുഴുവൻ ആനുകൂല്യവും നിങ്ങൾക്ക് മാത്രമായിരിക്കും. കോമ്പോണന്റ് B ഒരു പമ്പിന് 3.25 ലക്ഷം രൂപ. കോമ്പോണന്റ് C ഒരു പമ്പിന് 4.50 ലക്ഷം രൂപ. കോമ്പോണന്റുകൾക്ക് എത്ര സബ്സിഡി ലഭിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. SNO വർക്കിംഗ് വേരിയബിൾസ് കോമ്പോണന്റ് B, കോമ്പോണന്റ് C. പദ്ധതി ചെലവ് 3,25,000, 4,50,000. 30% കേന്ദ്ര സർക്കാർ 97,500, 1,30,500 നൽകുന്നു. 30% സബ്സിഡി. 30% സബ്സിഡി സംസ്ഥാന സർക്കാർ 97,500, 1,30,500 നൽകുന്നു. 10% കർഷകൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകണം. 32,500, 45,000. 30% വായ്പ ബാങ്ക് 97,500, 1,35,000 നൽകുന്നു.
അപേക്ഷകൻ അതായത് കർഷകൻ നോർത്ത് ഈസ്റ്റ് ഹിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് തന്റെ പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കാതെ ബാങ്കിൽ നിന്ന് ബാക്കിയുള്ള 20% വായ്പയെടുക്കാം. കോമ്പോണന്റ് എയിലെ 1 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റിന് 1 ലക്ഷം രൂപയുടെ ഇൻവിറ്റേഷൻ മണി EMD, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, 5 ലക്ഷം രൂപയുടെ പേപ്പർ മണി ഗ്യാരണ്ടി PMG എന്നിവ നൽകണം. ഈ തുക മൊത്തം പദ്ധതി ചെലവിന്റെ ഭാഗമാണ്. അപേക്ഷകൻ അപേക്ഷ നൽകുന്ന ബാങ്ക് ഗ്യാരണ്ടിയുടെ നിയമങ്ങൾ വ്യത്യസ്ത ബാങ്കുകൾക്ക് വ്യത്യസ്തമായിരിക്കും. അതിനാൽ ബന്ധപ്പെട്ട ബാങ്കിന് മാത്രമേ അതിന്റെ ശരിയായ വിവരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ. സോളാർ പമ്പിന് സബ്സിഡി എടുക്കുന്നതിനുള്ള നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിരിക്കും. മധ്യപ്രദേശിലെ കർഷകർ അടുത്ത സോളാർ പമ്പിന് സബ്സിഡി ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അവർ അവരുടെ ഫാമിലെ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാട്ടർ പമ്പിന്റെ കണക്ഷൻ വിച്ഛേദിക്കേണ്ടി വരും, അല്ലെങ്കിൽ വൈദ്യുതിക്ക് സബ്സിഡി ഉപേക്ഷിക്കേണ്ടി വരും. സോളാർ പമ്പ് സ്ഥാപിക്കുന്ന സമയത്ത് ഭാവിയിൽ സോളാർ പമ്പ് ഉപയോഗിക്കുന്നതുവരെ ഇലക്ട്രിക് പമ്പ് സ്ഥാപിക്കില്ലെന്ന് രേഖാമൂലം നൽകണം. PM കുസും യോജനയ്ക്ക് കീഴിൽ സോളാർ പവർ പ്ലാന്റ് വഴി സോളാർ പമ്പിന് സബ്സിഡി നൽകുന്നതിൻ്റെ എന്താണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ റീസൺ? അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിക്കുന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക്, വൈദ്യുതി കമ്പനികൾക്കും, അത് കർഷകർക്ക് മാത്രമല്ല വൈദ്യുതി കമ്പനികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിലീഫാണ്. അവർക്കൊരു ഭയങ്കര ആശ്വാസമാണ് നൽകുന്നത്. സർക്കാർ നൽകുന്ന സബ്സിഡിയും അതിലൂടെ തന്നെ സബ്സിഡിയും കുറയ്ക്കണം. അതായത് സർക്കാർ വിവര കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളം ഏകദേശം 2,20,000 കർഷക അനുബന്ധ ജലപമ്പുകൾക്കായിട്ട് ഏകദേശം 213 ബില്യൺ യൂണിറ്റ് വൈദ്യുതി ചെലവഴിക്കുന്നു. രാജ്യത്തുടനീളം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 18% മാത്രമാണത്. രാജ്യത്തെ 11 വൻകിട സംസ്ഥാനങ്ങൾ ഓരോ വർഷവും 1 ലക്ഷം കോടിയിലധികം വൈദ്യുതി കമ്പനികൾക്ക് സബ്സിഡിയായിട്ട് കൃഷിക്കായിട്ട്, അതായത് കൃഷിയുടെ ആവശ്യമായിരിക്കണം അതിനായിട്ട് ചെലവഴിക്കുന്ന വൈദ്യുതിക്ക് നൽകുന്നു. അപ്പോൾ ഈ സർക്കാർ പണം ലഭിച്ചാൽ അത് മറ്റ് ക്ഷേമ പദ്ധതികൾക്ക് ചെലവഴിക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്. അതിൻ്റെ ഖജനാവ് ലാഭിക്കുന്നതിനും മാത്രമല്ല വൈദ്യുതിയുടെ കാര്യത്തിൽ കർഷകരെ സ്വയം പര്യാപ്തരാക്കുക. ഈ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നതും അത്തരത്തിൽ തന്നെയാണ്. അവരെ സെൽഫ് സസ്റ്റെയിൻഡ് ആക്കി മാറ്റുക എന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കർഷകരിലേക്ക് ഈ പദ്ധതിയിലൂടെ അവരെത്താനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു സർക്കാർ. PM കുസും യോജനയിലെ വായ്പയും സബ്സിഡിയും എന്നിവ അടങ്ങിയ ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിനായി കോഴ്സ് മുഴുവനായി കാണൂ. നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.